എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്തതാണ്, ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ ഉടച്ചെടുക്കണം, കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ചില്ലി ഫ്ലക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടെടുത്തതാണ്, അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ചേർത്തെടുത്താൽ മതി. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് നല്ല സ്പൈസിയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവൊക്കെ കുറക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ചെടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഒരു ടീസ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊക്കെ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഒരു നുള്ളെടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. ഇതേ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഷേപ്പൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക, എന്നാലേ നല്ല പെർഫെക്റ്റായി കിട്ടുള്ളൂ. ഇനി ഓരോന്നായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നല്ലോണം കുക്കായാൽ തന്നാലും പൊന്തി വരും. പൊന്തി വന്നതിന് ശേഷം ചട്ടിയിൽ നിന്നും കോരിയെടുത്താൽ മതി. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. നല്ലോണം കുക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വേവിച്ചെടുത്തതാണ്. ആ പുറമേയുള്ള കോട്ടിങ് മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കും കൂടിയാണ്. അപ്പോൾ സോസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്